السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نصر من الله وفتح قريب. صدق الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة. صدق الله. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. എല്ലാ സൽക്രമങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലത്തിൽ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ പ്രസിഡന്റ് മാഷവറുകൾ അല്ലാഹു തആല അവരുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മരണമെന്നുള്ള ചിന്തയെ ഓർക്കുക, അതല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള തയ്യാറ് നടത്തുക, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയവുമായി കൊണ്ടെന്താവുക, ഓർമ്മയിലാവുക എന്നൊക്കെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മരണത്തിൻ്റെ ചിന്ത, മരിക്കും എന്നുള്ള ചിന്ത എപ്പോഴും നമ്മളെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം. ദുനിയാവിൻ്റെ ഈ അതിപ്രസരണത്തിൻ്റെ മുമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല വിധേയനമായ പല കാര്യങ്ങളിലൂടെയും നാം കടന്നു ചെല്ലുമ്പോഴൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മരണമെന്നുള്ള ആ ഒരു പാരത്രിക ലോകത്തെ ചിന്ത എപ്പോഴും അത്യാവശ്യമാണ്. മഹാന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, മരണചിന്ത അധികരിപ്പിക്കുന്നവൻക്ക് 3 നേട്ടങ്ങളുണ്ട് എന്നുള്ളതാണ്. മരണത്തെ ഓർക്കുന്ന ആൾ, മരണചിന്ത ഇങ്ങനെ എപ്പോഴും മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നിങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് 3 നേട്ടമുണ്ട് എന്ന് മഹത്തുക്കളെ പഠിപ്പിക്കാം. അതിൽ ഒന്നാമത്തേതായി കൊണ്ട് പറയണത്, തൗബ ചെയ്യാൻ, തൗബ ഉടലിപ്പിക്കാൻ അയാൾക്ക് അവസരം ഉണ്ടാവും. തൗബ ചെയ്യാനിങ്ങനെ ഒരു തോന്നൽ, തൗബ ചെയ്യണം, അല്ലെങ്കിൽ തൗബ ചെയ്യണം, അല്ലെങ്കിൽ തൗബ നാളെ ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും തൗബ ചെയ്യണം. അത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ തൗബ ചെയ്യും. മരണത്തിന് ഓർക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും മരിക്കാനുള്ളതാണ്, അപ്പോൾ തെറ്റിൽ നിന്നൊക്കെ മുക്തമായിക്കൊണ്ട് തൗബ ചെയ്യണം. അപ്പോൾ തൗബ ഉടലിപ്പിക്കാൻ അയാൾക്ക് എന്തുണ്ടാവും, അവസരം ലഭിക്കും എന്നുള്ളത് ഒരു ഒന്നാമത്തെ നേട്ടമാണ് മരണത്തെ ഓർക്കുന്നവർക്ക്. അതുപോലെ തന്നെ ഹൃദയത്തിന് ഒരു സംതൃപ്തി ഉണ്ടാവും. ഈ ദുന്യവിയായ നശ്വരമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ എല്ലാ വിഷയത്തിനോടും പൊരുത്തപ്പെട്ടു പോകാൻ, എല്ലാ വിഷയത്തിനോടും തൃപ്തിപ്പെട്ടു പോകുവാൻ നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടാവും. അത് ദുന്യാവല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകേണ്ടതാണ്. അത് ഏത് വിഷയത്തിനാണ്, മക്കളുടെ വിഷയമായാലും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ വിഷയമായാലും മറ്റുള്ള ഏത് വിഷയത്തെ പരിശോധിച്ച് നോക്കിയാലും ഒരു സംതൃപ്തിയുള്ള ജീവിതം അവനക്ക് ലഭിക്കും. ഹൃദയത്തിനൊരു റാഹത്ത്, മരണത്തിൻ്റെ ചിന്ത അവനക്കുണ്ട്. അപ്പോൾ ഇത്ര മതി, എന്തിനാണ് വാശി, എന്തിനാണ് ദേഷ്യം, എന്തിനാണ് കടുംപിടുത്തം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു മാനസികമായിട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു ചിന്ത, മരണമെന്നുള്ള ചിന്ത കൊണ്ട് അവൻ്റെ ഹൃദയത്തിനൊരു സംതൃപ്തി ഉണ്ടാകും. അതുപോലെ തന്നെ അവനക്ക് മൂന്നാമതായിക്കൊണ്ടുള്ള നേട്ടം, ആരാധനകൾക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും. ആരാധനകളൊക്കെ ചെയ്യാനെന്നുണ്ടാവും നല്ല ആവേശം. ഏതായാലും ദിക്റിൻ്റെ മജ്ലിസാണെങ്കിലും 5 വക്ത് നിസ്കാരം ജമാഅത്തോടു കൂടിയാണെങ്കിലും സ്വലാത്തില്ലാനാണെങ്കിലും മറ്റുള്ള നന്മയായ ഏത് പ്രവർത്തനങ്ങളുണ്ടോ അതുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് പോവാൻ അവനക്ക് വലിയ ആവേശമുണ്ടാകും. ഇത് മരണത്തെ ഓർക്കുന്ന ആൾക്ക് ലഭിക്കുന്ന 3 നേട്ടങ്ങളായിക്കൊണ്ട് മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല വേണ്ടതുപോലെ അവൻ്റെ ഈ ജീവിതം കൃത്യമായിക്കൊണ്ട് അവൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് എപ്പോഴും മരണമെന്നുള്ള ആ ചിന്തയെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എപ്പോൾ മരിക്കുകയാണെങ്കിലും കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.